ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തിന്റെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.സി. റമീഷ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നല്ല വൃത്തിയുടെ ഈ ലോകാരോഗ്യ ദിനത്തിൽ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ഒരു തുടക്കമാക്കി കൊണ്ടുവരിക, അതുപോലെ ഭാവിയെ പ്രത്യാശമുള്ള ഒരു ഭാവിയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു പ്രമേയത്തോടു കൂടിയിട്ടാണ് ഈ 2025 ലോകാരോഗ്യ ദിനത്തിലെ ഈ പ്രമേയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തിലൊക്കെ നമുക്ക് ലോകാരോഗ്യ ദിനത്തിൻ്റെ ഈ ഒരു ദിനത്തിൽ ആചരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസത്തിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അന്നൊക്കെ ഇല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വർഷത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ ഈ ഒരു വ്യായാമക്കുറവാണ്. അപ്പം അതിൽ നിന്നും ആളുകൾക്ക് ഒരുപാട് ബോധം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കുറച്ച് കാലയളവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന അകാല മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അടിക്കടിയായി കേട്ടുകൊണ്ട് മെയിൻ സെന്റർ, പയ്യപ്പറമ്പ്, വളരാട് എന്നീ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ നിന്ന് രാവിലെ 6:30 തുടങ്ങിയ നടത്തം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് സമാപിച്ചു. കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ. പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തിരഞ്ഞെടുക്കാമെന്ന സന്ദേശത്തിലാണ് ജില്ലയിൽ ഈ വർഷം ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത്. മാതൃ നവജാത ശിശു ആരോഗ്യത്തോടുള്ള പ്രതിബദ്ധത ഓരോ സ്ത്രീക്കും ഗർഭകാലത്തും പ്രസവ സമയത്തും പ്രസവാനന്തര കാലഘട്ടത്തിലും മതിയായ ആരോഗ്യ സംരക്ഷണം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത, മാതൃ നവജാത ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിന് സമഗ്രമായ പ്രസവപൂർവ്വ പരിചരണവും സുരക്ഷിതമായ പ്രസവ രീതികൾ, വീട്ടിലുള്ള പ്രസവം നിരുത്സാഹപ്പെടുത്തി ആശുപത്രി പ്രസവം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ചാനലുകാരും മാധ്യമങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് വ്യാപകമായി നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു ദിനം ആചരിക്കുക എന്നുള്ള പേരിൽ ഇവിടെ വന്ന് നമ്മൾ പിരിയുക എന്നുള്ളതല്ല. ഈ പാണ്ടിക്കാട് കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിൽ ആരോഗ്യരംഗത്ത് വലിയ വലിയ പദ്ധതികളും മാറ്റങ്ങളുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊട്ടും കുറയാതെ ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കത്തിന് നമ്മൾ ഇവിടെ നിടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പുലരിക്കൂട്ടം എന്ന് പറഞ്ഞൊരു നടത്ത കൂട്ടായ്മയുണ്ട് കാരായ. ആ ഭാഗത്ത് വെച്ച് വലിയൊരു പരിപാടിയിൽ നമ്മൾ മധുരം പകുതിയാക്കി കുറച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നമ്മൾ നടത്തിയിരുന്നു. ഈ ആരോഗ്യ ദിനത്തിന്റെ അന്നും എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിഞ്ഞാലേ ഈ ദിവസം നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ആ പ്രഖ്യാപനം ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകൾ, ഇന്നിപ്പോ ഇവിടെ ചുറ്റും നിൽക്കുന്ന ആളുകള് ഒരു പ്രഭാതത്തിൽ രാവിലെ വ്യായാമത്തിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരീരത്തിനും മനസ്സിനും സുഖം പകരുന്ന ഒരു രീതി സമൂഹത്തിന് പകർന്നു കൊടുത്ത ആളുകളാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ്, CV ബിശ്വജിത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജ്യോതി, കാർത്തിക എന്നിവർ നേതൃത്വം നൽകി. ആശാവർക്കർമാർ, MED7 ഇക്കിഗായി, പുഞ്ചിരിക്കൂട്ടം, ട്രാക്ക് ഫിറ്റ് തുടങ്ങിയ ക്ലബ് അംഗങ്ങൾ, ട്രോമാ കെയർ, പോലീസ് വോളണ്ടിയർ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ മുതലായവർ സന്ദേശ റാലിയുടെ ഭാഗമായി. കവി VP ഷൌക്കത്ത് അലി, MED7 അംഗം മജീദ്, ഇക്കിഗായി പ്രതിനിധി ലത്തീഫ്, പോലീസ് വോളണ്ടിയർ ലീഡർ സമദ്, ട്രോമാ കെയർ ലീഡർ മുജീബ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂളമണ്ണ, ചെമ്പ്രശ്ശേരി, കൊടശ്ശേരി, തൊടികപ്പുലം, വെട്ടിക്കാട്ടിരി, തമ്പാനങ്ങാടി എന്നീ 6 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ പ്രത്യേകം ആരോഗ്യ സന്ദേശ റാലികളും നടന്നു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.